നമ്മളെല്ലാവരും നമ്മൾ പഠിക്കുന്ന സമയത്തും ഒക്കെ നമ്മുടെ അപ്പനും അമ്മയും ഒക്കെ ഏറ്റവും കൂടുതൽ നമ്മളെ പ്രഷറൈസ് ചെയ്യുന്ന എടാ നീ ഇങ്ങനെ സിനിമയ്ക്ക് പോലെ സിനിമ കാണരുത് പഠിക്കടാ എന്ന് പറയും. ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്യുന്ന ഒരു 10ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്കാണ്. ആ സമയത്തും ചേട്ടന് എനിക്ക് തോന്നുന്നു നല്ലോണം സിനിമ പ്രാന്ത് കാണുമായിരിക്കും. അന്നേരം ചേട്ടൻ ശരിക്കും പറഞ്ഞ ഒരു 10ാം ക്ലാസ്സിന്റെ ഒരു റിസൾട്ട് വരുന്നതും ചേട്ടൻ്റെ ഒരു സിനിമ പ്രാന്തും വീട്ടിലെ ഒരു അറ്റ്മോസ്ഫിയറും അത് എങ്ങനെയായിരുന്നായിരിക്കും? അത് ഭയങ്കര രസകരമായി അതിന് കേൾക്കണം. 10ാം ക്ലാസ് റിസൾട്ട് വരുന്ന അന്ന് എല്ലാവർക്കും ആകാംക്ഷ. പെങ്ങും സഹോദരിമാരെല്ലാവരും എങ്ങനെയാണ് ജയിക്കുമോ അടുത്തുള്ള എന്ന് വെച്ചാൽ എല്ലാവർക്കും കാര്യമാണ് നമ്മളെ. അപ്പോൾ എൻ്റെ റിസൾട്ട് 10ാം ക്ലാസ് റിസൾട്ട് എന്താണെന്നൊന്നും അറിയാനുള്ള ആകാംക്ഷ. എന്ത് എല്ലാവരും എന്നെ തിരക്കുമ്പോൾ ഞാൻ അനുപമയിലിരിക്കുകയാണ്. ജയഭാരതി കൃഷ്ണൻ രതി നിർവേദം അല്ല, അത് ആ ഒരു ജയഭാരതിയോടുള്ള ആ ഒരു ഇഷ്ടമാണ്. വെച്ചാൽ പണ്ട് തൊട്ട് എനിക്ക് ജയഭാരതി, ഷീലാമ്മ എല്ലാ അത് ഭയങ്കര രസമാണ്. ഇത് കണ്ണനും വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര ബഹളം. വേറെ ഏതൊരു സിനിമയല്ല അത് തന്നെ പോയി. പക്ഷെ അതായിരുന്നു എൻ്റെ ഒരു അനുഭവം. ഞാനതിവിടെ വന്നപ്പോൾ പറഞ്ഞു 10ാം റിസൾട്ട് വരുമ്പോൾ ഞാൻ അനുഭവം വരാം. അപ്പോൾ ആ സിനിമയുള്ള ആ എൻ്റെ ഒരു ഇഷ്ടം എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. മനസ്സിലായി. ശരിയാ ചേട്ടാ. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ചേട്ടൻ LIC വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പൊ ഫിലിമിലും വർക്ക് ചെയ്യണം. അപ്പം ചേട്ടൻ ഈ പറഞ്ഞ പോലെ ലീവ് എടുത്തിട്ട് പോവാൻ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നേ? അത് പറഞ്ഞാലൊരു കഥയാണ്. എന്ന് വെച്ചാൽ രണ്ടും ഞാൻ ഒരുപോലെ എൻജോയ് ചെയ്യാണ്. എനിക്കറിയാലോ ഓഫീസ് ലൈഫ് ഒന്ന് വേറെ, സിനിമാ ലൈഫ് ഒന്ന് വേറെ. അത് അതിന് രസകരമായ രണ്ടും ഒരുപോലെ എൻജോയ് ചെയ്യുകയാണ്. കാര്യം എന്താ വെച്ചാൽ അവർ ഫുൾ സപ്പോർട്ടാണ് കേട്ടോ. ഇപ്പം ഇന്നും ഞാൻ ആനിയുടെ അടുത്ത് പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓഫീസിലുള്ളവരെ കല, രാധിക, വിജി എല്ലാവരും പറഞ്ഞ ആനിയോട് ഞങ്ങളുടെ അന്വേഷണം പറഞ്ഞേക്കണോ. പിന്നെ എൻ്റെ പിള്ളേരോടും ഒന്ന് പറഞ്ഞേക്കണം. എല്ലാവർക്കും എന്റെ നമസ്തേ. വിഷ്ണുവിന്, വൃന്ദ എല്ലാവർക്കും എന്റെ നമസ്തേ ഉണ്ട്. പിന്നെ ചേച്ചി ഇവിടെ വരാത്തതിൽ ഒരു ചെറിയൊരു പിണക്കുണ്ട് കേട്ടോ. ഇനി വന്നോളാം. ഞങ്ങൾ രണ്ടുപേരും ഒന്ന് വന്നവർക്ക് ഒന്നുകൂടെ വരാൻ തോന്നുന്നു. എപ്പോഴും വരാം. നല്ല സിൻസിയർ ആയിട്ടുള്ള ഒരു. താങ്ക് യു. അപ്പൊ ചേട്ടന് രണ്ടും ഒരുപോലെ എൻജോയ് ചെയ്ത് പോകുന്നത്. ചേട്ടാ വീട്ടിലൊക്കെ ചേട്ടൻ ഇതേപോലെ ഭയങ്കര വീട്ടിൽ കുഴപ്പം നല്ല ഞങ്ങൾ എല്ലാവരും ഒരു സിനിമ മൂഡ് തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും മോനും മോളും വൈഫും എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പറയാൻ നാനിയോട് ഞാൻ ഓപ്പണായിട്ട് പറയാം, ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല പറയാൻ. ഞങ്ങൾ എപ്പോഴും സംസാരിക്കുന്ന സിനിമ തന്നെയാണ്. എല്ലാവരും പറയും സിനിമയിൽ അഭിനയിക്കുന്നതിന് വീട്ടിൽ വരുമ്പോൾ സിനിമയുടെ കാര്യങ്ങൾ പറയാറേ ഇല്ല വേറൊരു. പക്ഷെ ഞങ്ങൾ നേരെ വിപരീത. ഞങ്ങൾക്ക് ഇഷ്ടമാണ്. മോന് 1-2 ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തു. പിന്നെ മോള് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, ഇങ്ങനെ കയറാനായിട്ട് നിൽക്കുന്നു. ഇല്ല, രണ്ടുപേർക്കും അഭിനയിക്കാൻ താല്പര്യമില്ല. അതിന് മോൻ പറയും പപ്പ ക്യാമറയ്ക്ക് മുൻപിൽ, ഞാൻ ക്യാമറയ്ക്ക് പിൻപിൽ വന്നു. പുള്ളിക്ക് കൊച്ചുനാളിലെ മുതൽ അങ്ങനത്തെ ഒരു ദേഷ്യം എന്ന് പറയുന്നത് അങ്ങനെ ചെറിയ ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങൾ അല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇന്നേ വരെ ഇപ്പൊ 29 വർഷമായി വിവാഹം കഴിച്ചു, ഇന്നേ വരെ ഒരു വഴക്കോ എന്നാലും മനുഷ്യനല്ലേ എന്നതേലും ഒരു ദേഷ്യം വന്നേച്ചേ ചേട്ടൻ ഇങ്ങനെ ദേഷ്യം വന്ന് ഇങ്ങനെ നിൽക്കുവാന്ന് വെച്ചോ. അപ്പൊ ചേച്ചിയും പിള്ളേരും ഒന്ന് ചിരിച്ചു പോയ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടോ? ചിരിച്ചു നമുക്ക് ദേഷ്യം വരും. അതെ, ഭയങ്കര കൊനഷ്ട ജോലിയാണ്. ഇങ്ങനെ ചേട്ടൻ ദേഷ്യം ചേച്ചി പിള്ളേരൊക്കെ നമുക്ക് കലിയാവും, ഒന്നുകൂടെ കലിയും. പക്ഷെ ഇതുവരെ അങ്ങനെ എല്ലാം നല്ല ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതല്ലാതെ വേറെ നല്ല രസകരമായ ഇതിലാണ് പോകുന്നത് മുന്നോട്ട്. അങ്ങനെ തരട്ടെ. പിന്നെ ചേട്ടാ ബേസിക്കലി നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഈ ഡിഫറൻസ് വരുമല്ലോ. നല്ലൊരു ഡിഫറൻസ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ക്യാരക്ടേഴ്സിൽ ചേഞ്ച് വരും. അപ്പൊ ചേട്ടന് അങ്ങനെ ചേഞ്ച് വരാൻ തോന്നിയിട്ടുണ്ട്? അതായത് ഒരു സെലിബ്രിറ്റി ഫെയിം ആയി, ഇനി ഞാൻ അങ്ങനെ വേണ്ട, എന്നെ ഇത്രയും പ്രയാസപ്പെടുത്തിയില്ലേ ജൂനിയർ ആയിരുന്നപ്പോൾ എന്നൊരു ഡിഫറൻസ് ചേട്ടൻ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട്? ഇല്ല, ഒരിക്കലും ഇല്ല. എല്ലാവരും നമ്മളോട് അങ്ങനെയാണ്. എല്ലാവരോടും എനിക്ക് സ്നേഹമേ ഉള്ളൂ. കാര്യം എന്താ വെച്ചാൽ അന്ന് നമുക്ക് അങ്ങനെ അന്ന് തരാത്തവർ ഇന്ന് നമ്മളെ വിളിച്ചോണ്ടേ ഇരിക്കുകയാണ്. അത് നമുക്കൊരു ആ ഒരു മനസ്സിൻ്റെ സന്തോഷാനിയെന്ന് ഓർത്തേ. അന്ന് നമ്മളെ മൈൻഡ് ചെയ്യാത്തവർ ഇന്ന് നമുക്കൊരു കഥാപാത്രം ഏത് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് പോലും നമ്മളെ വിളിച്ചിട്ടുണ്ട്. ആണ് പ്രതിവേട്ട. ഇപ്പോൾ പ്രതിവേട്ടനെ ഓർത്താണ് ഞങ്ങൾ ഇത് എഴുതുന്നത്. അത് വന്നിട്ടുണ്ട്, ഞാൻ പറയോ ഒന്ന് മൂളിയാൽ മതി, ഞാൻ ഓടി വന്നത് ചെയ്യാം. പക്ഷെ അങ്ങനെ ഒരു ലെവലിലേക്ക് എത്തുമെന്ന് നമ്മൾ ഒരിക്കൽ പോലും അതിനെ ചിന്തിച്ചിട്ടില്ല. എന്നുവെച്ചാൽ നമ്മളവിടെ ചെല്ലുക, ലൊക്കേഷൻ ചെല്ലുക. അത് മമ്മൂക്കായ്ക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. കാരണം വെച്ചാൽ ലൊക്കേഷൻ ചെല്ലുക, നമ്മൾ മാറി ഇരിക്കുക, ഷോർട്ടാകുമ്പം എന്ന് ചെയ്യുക. ഒരു ബഹളോ അല്ല ഒന്നിനും, ഒരു ബഹളത്തിന് ഒന്നിനുമില്ല. നമുക്കറിയാവുന്ന രീതിയിൽ മമ്മൂക്ക ഒരുപാട് സപ്പോർട്ടീവാണ്. പിന്നെ മമ്മൂക്കായുടെ കൂടെ അറിയാമല്ലോ, 4 സിനിമയെ ഞാൻ ചെയ്തിട്ടുള്ളൂ. പുതിയ നിയമം, തോപ്പിൽ ജോപ്പൻ, അച്ഛാദീൻ, അങ്ങനെ 3-4 എന്ത് സപ്പോർട്ടീവ്. എനിക്ക് ആകെ
കിടന്ന് അടിക്കുന്ന മമ്മൂക്കായ്ക്ക് കേൾക്കായിരുന്നു. അങ്ങനെയായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു. എന്നിട്ട് തെരുതരെ ടോയ്ലറ്റിലേക്ക് പോകും ഓരോ ഷോട്ടിനും പേടിച്ചിട്ട്. അപ്പൊ മമ്മൂക്ക പറയും പ്രദീപ് ചിലപ്പോൾ അവിടെ കാണാം, ടോയ്ലറ്റിൽ കാണുന്നത് നേരെ കറക്റ്റ് അതുപോലെ തന്നെ. അങ്ങനെ ആ ഒരു ടെൻഷൻ മമ്മൂക്ക സപ്പോർട്ടീവായിട്ട് ഒരു കുഴപ്പവും. പക്ഷെ സെറ്റില് മമ്മൂക്ക അങ്ങനെയാന്ന് ചേട്ടാ, നമുക്ക് ഈ ഒരു ടെൻഷനേ ഉള്ളൂ. അല്ല അദ്ദേഹം അങ്ങനേ അല്ല, നമ്മുടെ കൂടെ നിന്ന് നമുക്ക് അത്രയും വർക്ക് ചെയ്ത് തരും. നമുക്ക് സപ്പോർട്ടീവ് നമ്മൾ സ്മരിച്ച് എന്നും നമ്മുടെ ഒരു പേടി ഇല്ലാതെ ഉള്ളൂ. നമ്മുടെ പേടി അദ്ദേഹത്തെ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമ്മുടെ മനസ്സിലാണ്. പക്ഷെ ആ ഒരു സംസാരങ്ങളൊന്നുമില്ല, ആ ഒരു നോട്ടം മതി, സ്നേഹമായിട്ടുള്ള നോട്ടം മതി നമുക്ക് കൂടുതൽ അഭിനയിക്കണമെന്ന്. തീർച്ചയായിട്ടും ഭയങ്കര പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത് ഇത് പറഞ്ഞില്ലെങ്കിൽ അതൊരു നന്ദികേടായി പോകും. തീർച്ചയായിട്ടും. പിന്നെ അത് നമ്മൾ പറഞ്ഞേ ഒക്കെ നമ്മൾ ഉണ്ടാക്കി പറയുന്നല്ലോ, ഉള്ള കാര്യം പറയുന്നത് തുറന്നു പറയാം, നമുക്കായിരിക്കും അറിയാം. അതെ, എനിക്കൊന്ന് ചേട്ടന് ശരിക്കും ഒരു നല്ല മനസ്സുകൊണ്ടായിരിക്കും ഇപ്പത്തെ ന്യൂ ജനറേഷൻ പിള്ളേരുമായിട്ട് ചേട്ടൻ ഈ അടിച്ചു പൊളിച്ച് വർക്ക് ചെയ്യുന്നത്. അത് പറയാനൊരു കഥയാണ്. കാര്യം സമയമുണ്ടോ? തീർച്ചയായിട്ടും. പിന്നെ കഥ കേൾക്കാൻ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. എന്നാന്ന് വെച്ചാൽ ഓരോ ഇതും വിനീത് ശ്രീനിവാസൻ, പിന്നെ ഇപ്പൊ ഗോദ, ബേസിൽ ജോസഫ്, പിന്നെ ഈ പിള്ളേർ, കാര്യം എൻ്റെ മോൻ്റെ പ്രായമുള്ളവർക്കൊക്കെ. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ഓരോ മൂവിക്കും അവരെന്നെ വിളിക്കും. ആ ഒരു സീൻ ഇല്ലെങ്കിൽ അത് എഴുതി അത് പ്രദീപേട്ടന് ആ വേഷം കൊടുക്കാം. അത് വിനീത് ശ്രീനിവാസനും അങ്ങനെയാണ്. കാരണം ഓരോ ഇത് എഴുതുമ്പോൾ വിനീത് ശ്രീനിവാസൻ്റെ എല്ലാ മൂവിയിലും എനിക്കൊരു കഥാപാത്രം ഉണ്ട്, ഉറപ്പാണ്. ഇനിയിപ്പോൾ ആന അലറലോട് അലറൽ തെറ്റുന്ന എനിക്ക് അതിൽ ഒരു കഥാപാത്രം പറഞ്ഞിട്ടുണ്ട്. അത് കൊച്ചുപ്രേമൻ ചേട്ടനും ഞാനും കൂടെയാണ്, ചേട്ടനും അനിയനും കൂടെ ഒരു കഥാപാത്രം. അങ്ങനെയാണ് അത് പറഞ്ഞു തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പാലക്കാട്ടാണ്. അത് ഓഗസ്റ്റിൽ തുടങ്ങാനിരിക്കുന്നു. പടത്തിന്റെ പേരെന്നാ ചേട്ടാ? ആന അലറലോട് അലറൽ. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ഇനി ഞാൻ പറഞ്ഞാൽ അത് കുഴപ്പമാവും. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, കൊച്ചുപ്രേമൻ ചേട്ടനുമായിട്ട് ചേട്ടന്റെ വർത്താനമൊക്കെ ഒത്തിരി സാമ്യമുണ്ട്. ഈ വർത്താനം എനിക്ക് ഒത്തിരി ഇഷ്ടം, ഒരുപാട് ഇഷ്ടം. ഞങ്ങളെ കണ്ട ചേട്ടനും എല്ലാവരും പറയും തെറ്റിപ്പോവും ചേട്ടനും അനിയനും ആണ്. അപ്പോൾ ഒരുമിച്ച് ആ ഒരു ത്രില്ലിൽ ഞാനിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഒരുമിച്ച്, കാര്യം ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ ഒരു കോമ്പിനേഷൻ സീൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരുമിച്ച് അഭിനയിക്കാനുള്ള ആ ത്രില്ലാണ്. പിന്നെ ഇനി ചേട്ടന് ചെയ്യാൻ പോകുന്ന ഏതൊക്കെ പ്രോജക്ട്സ്? ഇപ്പം ചെയ്യാൻ പോകുന്നത് ഒരു സിനിമാക്കാരൻ കഴിഞ്ഞു. പിന്നെ ഇപ്പം ഈ പറഞ്ഞ ആന, അത് അലറലോട് അലറൽ. പിന്നെ സുരേഷ് ഗോപി സാറിൻ്റെ മോൻ ഗോകുല് അഭിനയിക്കുന്ന പപ്പു, അത് തുടങ്ങിയിട്ടില്ല, അത് തുടങ്ങാനിരിക്കുന്നു. അങ്ങനെ 2-3 കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഹ്യൂമർ ക്യാരക്ടേഴ്സ്. അതെ അതെ അതെ, വന്നതെല്ലാം അതാണ്. നല്ല കഥാപാത്രങ്ങളാണ്. ഞാൻ ചോദിച്ചപ്പോൾ എല്ലാം നല്ല. ഇപ്പം എപ്പോഴെങ്കിലും ചേട്ടൻ ഇത് സിമിലാരിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ ചെയ്യുന്ന ഹ്യൂമർ ക്യാരക്ടേഴ്സ് എല്ലാം ഒരുപോലെ ആയി പോകുന്നോ? അതെനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഞാനത് പറയുന്നുണ്ട്. ഇനി എന്തെങ്കിലും വേറൊരു സംഭവം എഴുതുവാണെങ്കിൽ അങ്ങനെയാണ് നാദിഷിക ഇതിൻ്റെ അകത്ത് അമര ബ്രാന്തോണി. ഇനി പ്രതിവേട്ടം ഉണ്ടെന്നുള്ള പ്രതിവേട്ടം പറയണ്ട, ഇനി നമുക്ക് വേറെ ഒരു ഇത് പറയാം. ആ ഡയലോഗ് ഞാൻ പിന്നെ പറയാം ആനിയോട്. അത് പിന്നെ പറയാം, അത് ആ സന്ദർഭം വരട്ടെ, അന്നേരം പറയാം കേട്ടോ. ഇതാണ് കുഴപ്പം, ഇങ്ങനെ പറഞ്ഞു വെച്ചേച്ച് അങ്ങ് നിർത്തും. അന്നേരം പിന്നെ ഇനി അടുത്ത എനിക്ക് ടെൻഷൻ കയറും. ഒരു സസ്പെൻസ് ആണ്ടേ, അതോർത്താണ്. അത് ഞാൻ പറയാം ആ ഡയലോഗ്. അപ്പൊ അതിന് പറയാം, അത് ചേരുന്നൊരു അവസരത്തിനൊത്ത് പറഞ്ഞ ഒരു ഡയലോഗ്. ഓക്കെ ചേട്ടാ, ഞാൻ ബേസിക്കലി ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ ചേട്ടനോട് ഞാൻ ഒരു ചെറിയൊരു കാമുകിയുടെ കാര്യം പറഞ്ഞപ്പോഴേ ചേട്ടൻ ഒരു ടെൻഷൻ മാറിയിട്ടില്ല. ഞാൻ പറയാനുള്ളത് എല്ലാം വിട്ടുപോയി. എന്തൊക്കെയോ ഞാൻ അവിടെ നിന്ന് കണക്ക് കൂട്ടി, അതിനോട് ഇതൊക്കെ പറയണം, അത് പറയണം, ഇത് പറയണം, ഒന്നും ഓർമ്മയും ഞാൻ അന്നേരം കറണ്ട് പോയ പോലെയായി. ഞാൻ അതിനോട് മുഖത്തോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്.